പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണക്യ ചന്ദ്രഗുപ്തൗച വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബപ്പരാവല. ഇതിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഹർഷവർദ്ധനെ കുറിച്ചാണ്. കുരുക്ഷേത്രത്തിനടുത്തുള്ള ദാനേസർ ഗ്രാമത്തിലെ ഒരു ചെറിയ നാടുവാഴിയായിരുന്ന പ്രഭാകരവർദ്ധന് യശോമതിയിലുണ്ടായ മക്കളായിരുന്നു രാജ്യവർദ്ധൻ, രാജശ്രീ, ഹർഷവർദ്ധൻ എന്നിവർ. കനൗജിലെ ഗൃഹവർമ്മൻ രാജശ്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ ബംഗാൾ രാജാവായ ശശാങ്കൻ ഗൃഹവർമ്മനെയും പ്രഭാകരവർമ്മനെയും വിളിച്ചു വരുത്തി ചതിച്ചു കൊന്നു. അയാൾക്ക് സഹായികളായി മാൾവ, ഗുർജർ, കങ്കൗ രാജാക്കന്മാരുമുണ്ടായിരുന്നു. രാജശ്രീയെ തടവിലിട്ട് ശശാങ്കൻ കനൗജ് സ്വന്തമാക്കി. പ്രഭാകരവർദ്ധനു ശേഷം അധികാരമേറ്റ രാജ്യവർദ്ധൻ രാജശ്രീയെ മോചിപ്പിക്കാനും പകരം വീട്ടാനുമായി കനൗജിനെയും മാൾവയെയും ആക്രമിച്ചു. എന്നാൽ അദ്ദേഹത്തെയും ചതിപ്രയോഗത്തിലൂടെ മാൾവ രാജാവ് കൊലപ്പെടുത്തി. തുടർന്ന് ഹർഷവർദ്ധനൻ രാജ്യഭാരമേറ്റു. 590 ജനിച്ച അദ്ദേഹം വെറും 16-ാമത്തെ വയസ്സിലാണ് ഭരണമേറ്റെടുത്തത്. ബാണഭട്ടൻ എന്ന പ്രസിദ്ധ സംസ്കൃത വിദ്വാനായ ബ്രാഹ്മണനെ അദ്ദേഹം പ്രധാനമന്ത്രിയാക്കി. വളരെ സത്യസന്ധരും പ്രഗത്ഭരുമായ മന്ത്രിമാരുടെ മന്ത്രി പരിഷത്തുണ്ടാക്കി. യുദ്ധവും ഭരണവും നിയമങ്ങളുമെല്ലാം ഈ മന്ത്രി പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് നിർവഹിക്കപ്പെട്ടത്. ബാണഭട്ടൻ കാദംബരി, ഹർഷചരിതം എന്നിവയുടെ കർത്താവാണ്. ഇവ സംസ്കൃത സാഹിത്യത്തിൽ ഉത്കൃഷ്ട കൃതികളായിട്ട് കരുതപ്പെടുന്നു. ആദ്യമായി കനൗജിനെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തു. അതിനായി ശശാങ്കനോട് എതിർപ്പുള്ള രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഉടമ്പടിയിൽ ഒപ്പിട്ടത് കാമരൂപത്തെ, ഇന്നത്തെ അസം, ഭാസ്കരവർമ്മനായിരുന്നു. 2 രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ചേർന്ന് 2 ഭാഗത്തുനിന്നും നടത്തിയ ആക്രമണത്തിൽ ശശാങ്കൻ പരാജയപ്പെട്ടു. അയാൾ യുദ്ധരംഗത്ത് നിന്നും പലായനം ചെയ്തു. അങ്ങനെ കനൗജ് സ്വതന്ത്രമായി. അപ്പോഴേക്കും രാജശ്രീ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അവർ വിന്ധ്യാപ്രദേശത്തെ കാടുകളിൽ ഉണ്ടെന്ന വിവരം കിട്ടിയ സഹോദരനായ ഹർഷവർദ്ധൻ കാട് മുഴുവൻ പരതി സഹോദരിയെ കണ്ടെത്തി. സതി അനുഷ്ഠിക്കുവാൻ സന്നദ്ധയായി നിന്ന് അവളെ പിന്തിരിപ്പിച്ച് രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കനൗജ് ദാനേസർ രാജ്യത്തിൽ ലയിപ്പിച്ചു. സംയുക്ത ഭരണത്തിൽ രാജശ്രീയും തുല്യ പങ്കാളിയായിരുന്നു. വിദ്വത് സദസ്സുകൾക്കും അവർ നേതൃത്വം നൽകി. ശശാങ്കന്റെ മരണശേഷം ബംഗാൾ, മഗധം, ഒഡീഷ, മാൾവ, ഗുർജർ രാജ്യങ്ങൾ ഹർഷവർദ്ധനൻ കീഴടക്കി. അങ്ങനെ ബ്രഹ്മദേശം മുതൽ സിന്ധു വരെയും കാശ്മീർ മുതൽ വിന്ധ്യൻ വരെയുമുള്ള വൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഹർഷവർദ്ധൻ മാറി. ദക്ഷിണാപഥമെന്ന ദക്ഷിണ ഭാരതത്തിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിന്റെ മുഖ്യ തടസ്സം ചാലൂക്യ രാജാവായിരുന്ന പുലികേശിയായിരുന്നു. ചാലൂക്യർ വിദേശ ആക്രമണകാരികളായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണമായി അവർ ശിവഭക്തരായി തീർന്നു. ഇവരുടെ സ്വാധീന കേന്ദ്രം കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര മേഖലകളായിരുന്നു. അതുപോലെ പുലികേശിയുടെ ഭാരത ചക്രവർത്തി മോഹത്തിന് തടസ്സം ഹർഷവർദ്ധനും ആയിരുന്നു. ഹർഷവർദ്ധൻ പൂർണ്ണമായ ശൈവഭക്തനായിരുന്നെങ്കിലും പിന്നീട് ബൗദ്ധമതത്തോട് അദ്ദേഹം ആഭിമുഖ്യം പുലർത്തി. എന്നാൽ ഈ 2 രാജാക്കന്മാരും തങ്ങളുടെ മതവിശ്വാസത്തെ ആരിലും അടിച്ചേൽപ്പിച്ചില്ല. ഭാരതത്തിലെ പൊതുവെ രാജാക്കന്മാരുടെ നിലപാട് ഇങ്ങനെയായിരുന്നു: മതത്തെ പ്രചരിപ്പിച്ചു, പക്ഷേ മതത്തെ ബലപ്രയോഗത്തിലൂടെ ആരെയും അടിച്ചേൽപ്പിച്ചിരുന്നില്ല. എന്തായാലും ഈ 2 രാജാക്കന്മാരും 634 ഏറ്റുമുട്ടി. ആരും വിജയിക്കാതെ 2 പേരും തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് തിരിച്ചുപോയി. ഹർഷവർദ്ധനന്റെ സേനയിൽ 6 ലക്ഷം കാലാൾ, 1 ലക്ഷം കുതിരപ്പടയാളികൾ, 60,000 ആനകൾ എന്നിവയുണ്ടായിരുന്നു. ചൈനീസ് യാത്രികനായ ഹുയാൻ സാങ് ഇത് വിവരിക്കുന്നു. ഗ്രാമസഭകളിലായിരുന്നു ഓരോ പ്രദേശത്തെയും ഭരണവും നീതിന്യായവും തീരുമാനിച്ചിരുന്നത്. ഗ്രാമസഭ, വാണിക് സഭ എന്നിവയുടെ തീരുമാനങ്ങൾ മന്ത്രിസഭയും
അംഗീകരിച്ചിരുന്നു. ഒരു ഉത്തമ ജനാധിപത്യ വ്യവസ്ഥ പുലർന്നിരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വിദ്യാഭ്യാസത്തിന് പ്രത്യേക ശ്രദ്ധയാണ് ഹർഷ ചക്രവർത്തി നൽകിയത്. നളന്ദ സർവകലാശാലയുടെ കുലപതി സ്വയം സാമ്രാട്ടായിരുന്നു. നളന്ദയോടൊപ്പം തക്ഷശില, ഉജ്ജയിനി, കാശി, വല്ലഭി എന്നീ സർവകലാശാലകളും വിദ്യാകേന്ദ്രങ്ങളും ലോകപ്രശസ്തി ആർജിച്ചു. രാജസദസ്സിലെ മാതങ്കൻ, ഭർതൃഹരി, ബാണഭട്ടൻ, ജയസേനൻ എന്നിവരെ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദ്വാൻമാരും ഭാരതത്തിലെ വിദ്യാകേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. രാജാവിൻ്റെ മൂന്നിലൊരു വരുമാനം വിദ്യ, കല, ദാനം എന്നിവയ്ക്ക് ചിലവായിക്കുന്നു എന്ന് ഹുയാൻ സാങ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സാമ്രാജ്യ അതിർത്തിയായ ഗുജറാത്തിലെ വല്ലഭി രാജാവിന് തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്ത് ഹർഷവർദ്ധൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പുവരുത്തി. തൻ്റെ തലസ്ഥാനത്ത് 5 വർഷത്തിലൊരിക്കൽ മതമഹാസമ്മേളനം ഹർഷവർദ്ധ ചക്രവർത്തി വിളിച്ചു ചേർത്തിരുന്നു. അവിടെ എല്ലാവിധ മതസമ്പ്രദായക്കാരും ഗ്രന്ഥമുള്ളവരും ഇല്ലാത്തവരും വിദേശികളും ഒത്തുചേർന്നിരുന്നു. ആ സമ്മേളനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ചക്രവർത്തിയുടെ സർവദാനമായിരുന്നു. രാജഖജനാവിലെ മുത്തും സ്വർണവും വരെ അദ്ദേഹം ദാനം ചെയ്തിരുന്നു. പരമദാനശീലനായ ചക്രവർത്തി അതോടെ പൂർണ്ണമായും സ്വസ്ഥനായിത്തീരുമായിരുന്നു. ഒരിക്കലെല്ലാം ദാനം ചെയ്ത് സഭ അവസാനിക്കാറായപ്പോഴാണ് ഒരു നിർധന സ്ത്രീ രാജാവിൻ്റെ മുന്നിൽ കൈനീട്ടിയത്. ഉടുവസ്ത്രമൊഴിച്ച് എല്ലാം ദാനം ചെയ്തിരുന്ന ചക്രവർത്തി ഒരു ക്ഷണം മടിക്കാതെ തൻ്റെ കിരീടമെടുത്ത് ആ സ്ത്രീയുടെ കയ്യിൽ വെച്ചു. പരമാധികാരത്തിൻ്റെ പ്രതീകം കയ്യിൽ കിട്ടിയ ആ സാധു സ്ത്രീ ഭയന്നു കുറച്ചപ്പോൾ ചക്രവർത്തി അവരെ മാതാവെന്ന് വിളിച്ച് സമാധാനപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനാൽ ഹർഷവർദ്ധന ചക്രവർത്തി പ്രദാതാവ് എന്ന ബിരുദനാമത്താൽ പ്രസിദ്ധനായി. ഹുയാൻ സാങ് അധ്യക്ഷനും ഭാസ്കരവർമ്മ നിയന്ത്രകനുമായ സമ്മേളനമായിരുന്നു അത്. ഹർഷവർദ്ധന ചക്രവർത്തി നാഗാനന്ദം, രത്നാവലി, പ്രിയദർശിക എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു. ഒരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ നാടുവാഴിയായി തുടങ്ങി മഹത്തായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ഹർഷവർദ്ധന്റെ ഭരണം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായിരുന്നു. ചക്രവർത്തിമാരുടെ പരമ്പര ഹർഷവർദ്ധനോടെ സമാപിച്ചു. ഈ മഹാനായ ചക്രവർത്തിയെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.